വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും. ഇതാണ് ദൈവസന്നിധിയിൽ ഓരോ മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആർമിയിലേക്കോ എയർഫോഴ്സിലേക്കോ നേവിയിലേക്കോ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നു എങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് അവിടെ പ്രവേശനമില്ല. കാരണം എൻ്റെ പ്രായം അതിന് പറ്റിയതല്ല. പ്രായം മാത്രമല്ല, വേറെയും ചില യോഗ്യതകൾ നിർബന്ധമാണ്. എന്നാൽ പ്രായം കൃത്യമായിരുന്നെങ്കിൽ എനിക്കൊന്ന് പോയി നോക്കാമായിരുന്നു. അങ്ങനെ ഞാൻ ചെന്ന് ചോദ്യോത്തരങ്ങളെ നേരിട്ട് വരുമ്പോൾ ഞാൻ അയോഗ്യനാകി തിരിച്ചു പോരും. എന്തുകൊണ്ടെന്നാൽ അതിന് ഒരു മാനദണ്ഡമുണ്ട്, സ്കെയിലുണ്ട്. ഇതുപോലെ സ്വർഗത്തിനും ഒരു മാനദണ്ഡമില്ലേ? ദൈവരാജ്യത്തിന് ഒരു മാനദണ്ഡം ഇല്ലേ? ഇല്ല എന്ന് ചിന്തിക്കാൻ ആർക്കും ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ സ്വർഗമില്ലെന്ന് ചിന്തിക്കുന്നത് കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമായിട്ട് പലരും കാണുന്നു. സ്വർഗമില്ല എന്ന് ചിന്തിക്കുന്നതാണ് മറ്റേതിനേക്കാൾ എളുപ്പം. എല്ലാം അവരവരുടെ ഇഷ്ടം പോലെ ചിന്തിക്കാമെന്നല്ലേ ഉള്ളൂ. സത്യം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ദൈവവചനം നിങ്ങളോട് പങ്കുവയ്ക്കുന്ന ഒരു സുവിശേഷകൻ എന്ന നിലയിൽ പറയുകയാണ്, ദൈവസന്നിധിയുടെ ഒരു സ്റ്റാൻഡേർഡ് പറയുകയാണ്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ, കള്ളസത്യം ചെയ്യാത്തവൻ, അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. അപ്പം കയ്യ്, ഹൃദയം, മനസ്സ്, വായ, ഇത്രയും കാര്യങ്ങളിൽ ഒരു അച്ചടക്കം വേണം, സമർപ്പണം വേണം. വെടിപ്പുള്ള കൈ എന്ന് പറഞ്ഞാൽ അനീതിയുടെയും അഴിമതിയുടെയും വരുമാനം കയ്യിൽ കരുതാത്തവൻ. അടുത്തത് നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാത്തവൻ. നിർമ്മല ഹൃദയവും നിർവ്യാജ മനസ്സും തമ്മിൽ നല്ല ബന്ധമുണ്ട്. നിർമ്മല ഹൃദയം എന്ന് പറഞ്ഞാൽ ശരിക്കും വ്യാജമില്ലാത്ത ഹൃദയം എന്നാണ് അർത്ഥം. അഭിനയങ്ങളും ഹൈഡ് ചെയ്ത് വെക്കുന്ന സ്വഭാവങ്ങളും വേഷം കെട്ടലുകളും ഒരു നിർമ്മല ഹൃദയത്തിന് പറ്റിയതല്ല. ശിശുക്കൾക്ക് അഭിനയിക്കാൻ അറിയില്ലല്ലോ. അഭിനയിച്ചാലും അത് രസകരമായി പൊളിഞ്ഞു പോകും, നമ്മൾ കണ്ടിട്ടുണ്ട്, നിർമ്മല ഹൃദയമായതുകൊണ്ട്. ഇനി നമ്മളെ കണ്ടവര് അഭിനയം പഠിക്കും, പക്ഷെ കുട്ടിപ്രായമായതുകൊണ്ട് അഭിനയത്തിൽ അവർ പാളിപ്പോകുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ വചനം നമ്മോട് പറയുന്നത്
ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് നമ്മുടെ ഹൃദയത്തെയും കൈകളെയും കാലുകളെയും മനസ്സിനെയും സംസാരത്തെയും നമുക്ക് പരിഷ്കരിക്കാം. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. അങ്ങനെ ചെയ്താലും സ്വർഗത്തിൽ പോകുകയില്ല. സ്വർഗത്തിൽ പോകുന്നത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലാണ്. എന്നാൽ ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു എന്ന് പറയുകയും വെടിപ്പുള്ള കൈ സൂക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ, നിർമ്മല ഹൃദയം സൂക്ഷിക്കാതിരിക്കുകയും ചെയ്താൽ, വ്യാജ മനസ്സ് സൂക്ഷിച്ചാൽ, കള്ളസത്യം ചെയ്താൽ അവർക്ക് ദൈവസന്നിധിയിൽ നിന്ന് അറിയാതെ അകൽച്ച സംഭവിക്കും. ദൈവം തള്ളിക്കളയല്ല, നമ്മൾ തന്നെ നമ്മളെ തള്ളിക്കളയും. നമ്മളിങ്ങനെ അവിടുന്ന് ഔട്ടായി പോകും. അതുകൊണ്ട് സഭായോഗത്തിൽ ഞാൻ ഈ സന്ദേശം പറഞ്ഞതാണ്, എങ്കിലും പറയുകയാണ്, നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മൾ സ്വർഗത്തിൽ പോകുകയില്ല, അത് വേറെ വിഷയം. എന്നാൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഇതാണ്: വെടിപ്പുള്ള കൈ, നിർമ്മല ഹൃദയം, നിർവ്യാജ മനസ്സ്, കപടമില്ലാത്ത അതരങ്ങൾ. നമുക്കൊന്ന് നമ്മുടെ ജീവിതത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അച്ചടക്കം ചെയ്തെടുക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.